ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് ആർക്സ് ഓഫ് സർക്കിൾ മെത്തേഡ്. ആർക്സ് ഓഫ് സർക്കിൾ മെത്തേഡിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ മേജർ ആക്സിസും മൈനർ ആക്സിസാണ് തരിക. അപ്പോൾ ഇവിടെ മേജർ ആക്സിസ് 10 സെൻറ്റിമീറ്ററും മൈനർ ആക്സിസ് 8 സെൻറ്റിമീറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ മേജർ ആക്സിസിൻ്റെ ഒരു ലൈന് വരയ്ക്കുക. ഇനി നെക്സ്റ്റ് മേജർ ആക്സിസിൻ്റെ പകുതി 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഈ പകുതിയിലൂടെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് മൈനർ ആക്സിസ് വരക്കുക. മൈനർ ആക്സിസിൻ്റെ ഡയമെൻഷൻ 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് മേലോട്ടേക്ക് 4, താഴോട്ടേക്ക് 4 ഒരു ലൈൻ വരക്കുക. ഇനി ഈ മേജർ ആക്സിസിന് AB എന്നും മൈനർ ആക്സിസിന് CD എന്നും പേര് കൊടുക്കുക. അതിനുശേഷം മേജർ ആക്സിസും മൈനർ ആക്സിസും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് O എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് AO കോമ്പസിൽ എടുക്കുക. അതിനുശേഷം Cയിൽ കോമ്പസ് കുത്തിയിട്ട് AO റേഡിയസിൽ AB എന്ന മേജർ ആക്സിസിൽ 2 ആർക്കുകൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത 2 പോയിന്റിനെ F1 എന്നും F2 എന്നും മാർക്ക് ചെയ്യാം. F1 ഉം F2 എന്ന് വെച്ചാൽ എലിപ്സിൻ്റെ ഫോക്കസുകളാണ്. ഇനി F1ൻ്റെയും Oൻ്റെയും ഇടയ്ക്ക് കുറേ നമ്പർ ഓഫ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു അളവുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള അളവിന് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്ത പോയിൻറ്റുകൾക്കൊക്കെ നമുക്ക് 1, 2, 3, 4 എന്ന് നമ്പർ ഇട്ട് കൊടുക്കാം. ഇനി A മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസ് A1 കോമ്പസിലെടുക്കുക. ഇനി F1ൽ കോമ്പസ് കുത്തിയിട്ട് A1 റേഡിയസിൽ AB എന്ന മേജർ ആക്സിസിൻ്റെ 2 സൈഡിലായിട്ട് മേലെയും താഴെയായിട്ട് ഓരോരോ ആർക്കുകൾ ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി B1 റേഡിയസ് കോമ്പസിലെടുക്കുക. അതിനുശേഷം F2ൽ കോമ്പസ് വെച്ചിട്ട് B1 റേഡിയസിൽ നമ്മൾ നേരത്തെ മേലെയും താഴെയും കട്ട് ചെയ്ത ആർക്കുകളിലേക്ക് ഒരാർക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് വരക്കാനുള്ള എലിപ്സിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് കിട്ടാൻ വേണ്ടി A2 റേഡിയസ് കോമ്പസിലെടുക്കുക. ഇനി നേരത്തെ പോലെ തന്നെ F1ൽ കോമ്പസ് വെക്കുക. മേലെയും താഴെയും ഓരോരോ ആർക്കുകൾ കട്ട് ചെയ്യുക. ഈ Bയിൽ കോമ്പസ് വെക്കുക. B2 റേഡിയസ് കോമ്പസിലെടുക്കുക. നെക്സ്റ്റ് F2ൽ കോമ്പസ് വെക്കുക. B2 റേഡിയസിൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന 2 ആർക്കുകളിലേക്കും ഓരോരോ ആർക്കുകൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് എലിപ്സ് വരയ്ക്കാനുള്ള രണ്ടാമത്തെ പോയിൻ്റ് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ സ്റ്റെപ്പുകൾ നമ്മൾ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും പോയിൻ്റുകളിൽ നിന്നും ചെയ്യാം. അപ്പോൾ നമുക്ക് 3, 4, 5 അങ്ങനെ നമുക്ക് പോയിൻ്റുകൾ എലിപ്സ് വരയ്ക്കാൻ വേണ്ടി കിട്ടും. നമ്മൾ എത്രത്തോളം മാക്സിമം പോയിൻ്റുകൾ എടുക്കുന്നു അത്രത്തോളം എഫിഷ്യൻ്റായിട്ട് നമുക്ക് എലിപ്സ് വരയ്ക്കാൻ പറ്റും. ഇനി ഈ പോയിൻ്റുകളൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക. അങ്ങനെ താഴത്തെ ക്വാഡ്രൻറ്റിലെയും പോയിൻറ്റ്സുകളൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സ്മൂത്ത് കർവ് വരച്ചാൽ നമുക്ക് നമ്മുടെ ഹാഫ് എലിപ്സ് ഇവിടെ കിട്ടി. ഇനി ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് നമ്മൾ അടുത്ത ഹാഫിലും എലിപ്സ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നമ്മൾ F2 എന്ന ഫോക്കസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ പോയിൻ്റുകൾ മാർക്ക് ചെയ്യുന്നത്. നേരത്തെ F1ൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു. ഇവിടെ നമ്മൾ F2ൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പോയിൻ്റുകൾ ഇഷ്ടംപോലെ പോയിൻ്റുകൾ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ചെയ്തിരിക്കുന്ന അതേ പ്രോസസ്സിൽ ആർക്കുകൾ കട്ട് ചെയ്യുന്നു. ഈ ആർക്കുകളൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്മൂത്ത് കർവ് വരക്കുക. നമ്മുടെ എലിപ്സ് അവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അങ്ങനെ എക്സാമിനൊന്നും ചോദിച്ച് വരാത്തൊരു മെത്തേഡാണ് ലൂപ്പ് ഓഫ് ത്രെഡ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെ വരക്കുക എന്ന് കൂടി നോക്കാം. നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ആർക്ക് ഓഫ് സർക്കിൾ മെത്തേഡിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഈ ലൂപ്പ് ഓഫ് ത്രെഡ് മെത്തേഡ്. ഇതിനായി നമ്മൾ നേരത്തെ വരച്ചതുപോലെ മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, പിന്നെ അതിൻ്റെ 2 ഫോക്കസുകൾ ഇത് രണ്ടും മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ 2 ഫോക്കസ് F1ലും F2ലും ഡ്രോയിങ് പിന്നുകൾ ഇതുപോലെ കുത്തിവെക്കുക. ഇതുപോലെ കുത്തിവെച്ച ഡ്രോയിങ് പിന്നിൽ ഇതുപോലെ ഒരു നൂല് കെട്ടിവെക്കുക. ഇതുപോലെ നൂല് C എന്ന പോയിൻ്റ് വരെ എത്തുന്ന രീതിയിൽ പെൻസിൽ ഉപയോഗിച്ച് C എന്ന പോയിന്റിലേക്ക് എത്തിക്കുക. അതിനുശേഷം നൂലുകൾ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി ടൈറ്റ് ചെയ്ത നൂലിലൂടെ നമ്മൾ പെൻസിൽ നീക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ എലിപ്സ് ഇതിൽ കാണുന്ന രീതിയിൽ വരച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ ബാക്കിയുള്ള 3 ക്വാഡ്രൻറ്റിലെയും എലിപ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.